ഹരേ കൃഷ്ണ. ഇനി നമുക്ക് 51-ാമത്തെ ശ്ലോകം നോക്കാം. തമാപതന്തം സ നിഗ്രഹ്യ തുണ്ടയോർദോർഭ്യാംബകം കംസസഖം സതാം പതി പശ്യത്സു ബാലേഷു ദദാരലീലയാ മുദാവഹോ വീരണവദ്ദിവൗകസാം. നമ്മൾ തൊട്ട് മുൻപുള്ള ശ്ലോകത്തിൽ കണ്ടത് ഭഗവാന്റെ അടുത്തേക്ക് പാഞ്ഞെടുക്കുന്ന ബകാസുരനെ ആയിരുന്നു നമ്മൾ കണ്ടത്. എല്ലാ സൃഷ്ടികളും എല്ലാ പ്രാണികളും സദാ അലഞ്ഞു നടക്കുന്നത് യാതൊന്നിനെ തേടിയാണോ, ഇവിടെ ആ കൃഷ്ണൻ തന്നെ മുൻപിൽ വന്ന് നിന്നപ്പോൾ ബകാസുരൻ ഒട്ടും സന്ദേഹിച്ചില്ല. ഭാവം ക്രോധമായിരുന്നെങ്കിലും ഭഗവാന്റെ സമീപത്തേക്ക് ഓടിയെടുക്കുന്ന ബകത്തെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. ഇനി ഇവിടെ പറയുകയാണ്, തം ആപതന്തം സ നിഗ്രഹ്യ തുണ്ടയോർ. തം ആപതന്തം, തം എന്ന് പറഞ്ഞാൽ ആപതന്തം, അതായത് തൻ്റെ നേരെ ഇങ്ങോട്ട് വരുന്നതായിട്ടുള്ള, തന്നെ തേടി തൻ്റെ അടുത്തേക്ക് നേരിട്ട് വരുന്നതായിട്ടുള്ള സ നിഗ്രഹ്യ തുണ്ടയോർദോർഭ്യാം. സഹ എന്ന് പറഞ്ഞാൽ അവന്, നിഗ്രഹ്യ എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് വധിക്കല്ല, അങ്ങോട്ട് ബലമായി കയറി അങ്ങോട്ട് പിടിച്ചിട്ട് തൻ്റെ നേരെ പാഞ്ഞു വരുന്ന ആ ബകത്തെ ഇവിടെ ശക്തിയോടുകൂടി, കൃഷ്ണൻ ചെറുതല്ലേ, ചെറിയ ഉണ്ണിയല്ലേ എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തെ മുഴുവൻ നിയന്ത്രിക്കുന്ന ഭഗവാനുണ്ടോ ഒരു ചെറിയ ബകത്തെ ബലമായി പിടിക്കുവാൻ ബുദ്ധിമുട്ട്? ഭഗവാൻ കയറി ബലമായി അങ്ങോട്ട് പിടിച്ചിട്ട് തുണ്ടയോർദോർഭ്യാം, തുണ്ടയോഹോ ദോർഭ്യാം, ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് തുണ്ടയോർദോർഭ്യാം. തുണ്ടയോഹോ എന്ന് പറഞ്ഞാൽ ആ ചുണ്ടുകളെ, ആ കൊക്കുകളെ, ആ ബകത്തിൻ്റെ കൊക്കുകളെ അങ്ങോട്ട് ബലമായി കയറി അങ്ങോട്ട് പിടിച്ചിട്ട് ബകം കംസസഖം സതാം പതി. ബകം, ആ ബകനെ, ബകൻ എന്ന അസുരനെ, കംസസഖം, കംസൻ്റെ സഖാവായിട്ടുള്ള, സ്നേഹിതനായിട്ടുള്ള, കംസൻ്റെ സഹായിയായിട്ടുള്ള ആ ബകൻ എന്ന അസുരനെ, സതാം എന്ന് പറഞ്ഞാൽ സത്തുക്കളുടെ, പതി, പതിയായിട്ടുള്ള, സജ്ജനങ്ങൾക്ക് പതിയായിട്ടുള്ള, നാഥനായിട്ടുള്ള ആ കൃഷ്ണൻ, തൻ്റെ നേരെ പാഞ്ഞെടുത്ത് വരുന്നതായിട്ടുള്ള, തന്നിലേക്ക് ഓടിയണയുവാനായി വെമ്പൽ കൊണ്ട് പാഞ്ഞെടുക്കുന്ന ആ ബകൻ എന്ന അസുരൻ്റെ കൊക്കുകളെ രണ്ടും അങ്ങോട്ട് ബലമായി കയറി പിടിച്ചു. പശ്യത്സു ബാലേഷു ദദാരലീലയ. പശ്യത്സു എന്ന് പറഞ്ഞാൽ അങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ, ബാലേഷു, ആ മറ്റുള്ള ബാലന്മാർ, കുട്ടികൾ കൂടെ ഉണ്ടായിരുന്ന ആ ഗോപാലന്മാർ, ദദാര ലീലയ, ദദാര എന്ന് പറഞ്ഞാൽ വലിച്ചങ്ങോട്ട് കീറി, ലീലയ എങ്ങനെ, ഭഗവാൻ തൻ്റെ സ്വതസിദ്ധമായ ലീലയെന്നോണം, ഒരു കളിയെന്നോണം ആ ബാലൻ, ആ കൃഷ്ണനുണ്ണി ആ കൊക്കുകളെ രണ്ടും ബലമായി പിടിച്ച്, രണ്ട് കൈകൊണ്ടും പിടിച്ചിട്ട് വലിച്ചങ്ങോട്ട് കീറി. മുദാവഹോ വീരണവദ്ദിവൗകസാം. മുദാവഹ എന്ന് പറഞ്ഞാൽ സന്തോഷം, മോദം എന്നാൽ സന്തോഷം. മുദാവഹ സന്തോഷത്തെ ജനിപ്പിക്കുന്നവനായ, സന്തോഷത്തെ വഹിച്ചുകൊണ്ട് നടക്കുന്നവനായിട്ടുള്ള ഭഗവാൻ തന്നെയാണ് ആനന്ദം, ഭഗവാൻ തന്നെയാണ് സന്തോഷം. അങ്ങനെ സന്തോഷത്തെ ജനിപ്പിക്കുന്നതായിട്ടുള്ള വീരണവദ്ദിവൗകസാം, വീരണവത് ദിവൗകസാം, ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് വീരണവദ്ദിവൗകസാം. ദിവൗകസാം എന്ന് പറഞ്ഞാൽ ദേവന്മാർക്ക്,
അപ്പോൾ ദേവന്മാർക്ക് സന്തോഷത്തെ ജനിപ്പിക്കുന്നവനുമായിട്ടുള്ള ഭഗവാൻ ആരുടെ അടുത്ത് വന്നാലും, അത് ദേവനാണെങ്കിലും അസുരനാണെങ്കിലും മനുഷ്യനാണെങ്കിലും ഏത് ജന്തുജീവി വർഗമാണെങ്കിലും വൃക്ഷങ്ങളാണെങ്കിലും ഭഗവാന്റെ സാമീപ്യം അവർക്ക് നൽകുന്നത് ഈ മോദത്തെയാണ്, ആനന്ദത്തെയാണ്, സന്തോഷത്തെയാണ്. അങ്ങനെയുള്ള ആ ഭഗവാന് ഇവിടെ ദേവന്മാർക്ക് ആനന്ദത്തെ നൽകുന്നത് എന്ന് എടുത്തു പറയാൻ കാരണം ഓരോ അസുരൻ്റെയും വധം ദേവഗണത്തിന് തന്നെ സന്തോഷത്തെ പകരുന്നതാണ്. അതുകൊണ്ട് ആ അർത്ഥത്തിൽ ദേവന്മാർക്ക് സന്തോഷത്തെ പകരുന്നവനായിട്ട് ആ ഭഗവാൻ ആ ബകൻ എന്ന അസുരനെ 2 കൈകൾ കൊണ്ടും ആ കൊക്കുകളെ ചേർത്തങ്ങോട്ട് പിടിച്ചിട്ട് 2ആയിട്ട് വലിച്ചങ്ങ് കീറി വധിച്ചുവല്ലോ. ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. തമാപതന്തം സ നിഗ്രഹ്യ തുണ്ടയോർദോർഭ്യാംബകം കംസ സഖം സതാംപതി പശ്യത്സു ബാലേഷു ദദാരലീലയാ മുദാവഹോ വീരണവദ്ദിവൗകസാം. ഇവിടെ വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, തമാപതന്തം, തം ആപതന്തമാണ്, അവിടെ മായുടെ ആകാരം ശ്രദ്ധിച്ചു വായിക്കുക. പിന്നെ തുണ്ടയോർ ദോർഭ്യാം, തുണ്ടയോഹോ ദോർഭ്യാമാണ്. അവിടെ പദം പിരിക്കണമെന്നില്ല, കഴിയുന്നതും ചേർത്ത് തന്നെ വായിക്കുക. അങ്ങനെ ചേർത്ത് വായിക്കാൻ പറ്റാത്തവർ തുണ്ടയോ എന്നെടുത്താൽ അവിടെ വിസർഗം വരും. അപ്പോൾ പകുതി ഹകാരത്തിൽ വായിച്ച് നിർത്തണം. അപ്പോൾ താഴെ ദ കൂട്ടക്ഷരമല്ല ദോർഭ്യാം എന്നെടുത്താൽ മതിയാകും. പിന്നെ പതി എന്ന് പറയുന്നിടത്ത് വിസർഗമുണ്ട്, പകുതി ഹകാരത്തിൽ വായിക്കുക. അതേപോലെ വീരണവദ്ദിവൗകസാം, ദ കൂട്ടക്ഷരമാണ്, വീരണവത് ദിവൗകസാമാണ്, അത് ശ്രദ്ധിക്കുക വായിക്കുമ്പോൾ. അടുത്തത് 52ാമത്തെ ശ്ലോകമാണ്. തദാപകാരിം സുരലോകവാസിന സമാകിരൻ നന്ദനമല്ലികാദിഭേ സമീഡിരേ ജാനകശംഖ സംസ്തവൈസ്തദ്വീക്ഷ്യ ഗോപാലസുതാ വിസിസ്മിരേ. തഥാ ബകാരിം സുരലോകവാസിന, തഥാ അപ്പോൾ, ബകാരിം എന്ന് പറഞ്ഞാൽ ഈ ബകൻ എന്ന അസുരൻ്റെ അരിയായിട്ടുള്ള ശത്രുവായിട്ടുള്ളവനെ, ബകൻ്റെ ശത്രുവിനെ ബകാരിം. സുരലോകവാസിന, അതായത് സുരലോകം എന്നാൽ ദേവലോകത്തിൽ, വാസിന അവിടെയുള്ളവർ, അവിടെ വസിക്കുന്നവർ. അപ്പോൾ ബകൻ്റെ ശത്രുവിനെ, ഈ ദേവലോകത്തിൽ വസിക്കുന്നവരെ സമാകിരൻ നന്ദനമല്ലികാദിഭി, സമാകിരൻ, സമാകിരൻ എന്ന് പറഞ്ഞാൽ വർഷിച്ചു, ഈ ദേവലോകത്തിലുള്ളവരൊക്കെ വർഷിച്ചു. നന്ദനമല്ലികാദിഭി, നന്ദന എന്ന് പറഞ്ഞിരിക്കുന്നത് ഈ ദേവേന്ദ്രൻ്റെ പൂന്തോട്ടത്തിലുള്ള, അവിടെ ഉണ്ടായിട്ടുള്ളതായിട്ടുള്ള മല്ലിക ആദിയായിട്ടുള്ള പൂക്കൾ കൊണ്ട് ഭഗവാനെ ബകാരിയായിട്ടുള്ള ബകൻ്റെ ശത്രുവായിരുന്ന, ഭഗവാന്റെ ശത്രു എന്നല്ല പറഞ്ഞത്, ബകന് ശത്രുഭാവമായിരുന്നു ഭഗവാനോടുണ്ടായിരുന്നത്. ആ ബകാസുരൻ്റെ ശത്രുവായിട്ടുള്ള ഭഗവാനെ അങ്ങയെ വർഷിച്ചുവല്ലോ. സമീഡിരേ ചാനകശംഖ സംസ്തവൈസ്തദ്വീക്ഷ്യ, സമീഡിരേ എന്ന് പറഞ്ഞാൽ വളരെ ഭക്തിപൂർവം തന്നെ അങ്ങയെ സ്തുതിച്ചുവല്ലോ. അതിനുശേഷം അവർ ച ആനക ശംഖ സംസ്തവൈസ്തദ്വീക്ഷ്യ, ച എന്ന് പറഞ്ഞാൽ അതും കൂടി എന്നുള്ള, കൂട്ടിച്ചേർക്കുകയാണ്. എന്ത്? ആനക ശംഖ സംസ്തവൈ, ആനകം ശംഖം തുടങ്ങിയിട്ടുള്ള വാദ്യങ്ങളോടുകൂടിയാണ് ഭഗവാനെ അങ്ങയെ സ്തുതിച്ചതവർ. തദ്വീക്ഷ്യ, തത് വീക്ഷ്യ, ഇവിടെ നോക്കൂ, ച ആനക ശംഖ സംസ്തവൈ
തത് വീക്ഷ്യ. ഇങ്ങനെ കുറച്ചധികം വാക്കുകൾ ചേർത്താണ് ആ ഒരൊറ്റ സമസ്ത പദം വരുന്നത്. ചാനക ശംഖ സംസ്തവൈസ്തദ്വീക്ഷ്യ. തത് വീക്ഷ്യ എന്ന് പറഞ്ഞാൽ, തത് എന്ന് പറഞ്ഞാൽ അത്, വീക്ഷ്യ കണ്ടിട്ട്, അത് കണ്ടിട്ട് ഗോപാലസുത വിസിസ്മിരേ. ഗോപാലസുത, ആ ഗോപന്മാരുടെ മക്കളൊക്കെ കൂടെയുണ്ടായിരുന്ന ആ കൊച്ചു കുട്ടികൾ, ബാലന്മാരൊക്കെയും വിസിസ്മിരേ, വിസ്മയിച്ചു. ഇതെവിടുന്നാണ് ഇപ്പോൾ ഈ ഭഗവാന് തങ്ങളെയും രക്ഷിച്ചു, ഭഗവാന്റെ നേരെ ചീറിപ്പഞ്ഞ് തങ്ങളുടെ സഖാവായിരുന്ന കൂട്ടുകാരനായിട്ടുള്ള ആ കൃഷ്ണനുണ്ണിയുടെ നേരെ പാഞ്ഞു വന്ന ബഗത്തെ, ആ കൃഷ്ണൻ എപ്പോഴും ലീലയാടിക്കൊണ്ടിരിക്കുക. ഒന്നല്ലെങ്കിൽ മറ്റൊന്ന് കുറുമ്പ് കാട്ടി നടക്കുന്ന ആ കൃഷ്ണനുണ്ണി തൻ്റെ പതിവ് ലീല പോലെ, പതിവ് കുറുമ്പ് പോലെ ബലമായി ആ ബഗൻ്റെ കൊക്കുകളിൽ കടന്നു പിടിക്കുകയും അതിനെ രണ്ടായി വലിച്ചു കീറുകയും ചെയ്തു. എത്രയോ മൺകുടങ്ങൾ, ഗോപസ്ത്രീകളുടെ തൈരും വെണ്ണയും പാലും വെച്ചിരിക്കുന്ന മൺകുടങ്ങൾ, അവയൊക്കെ ഭക്ഷിച്ചതിന് ശേഷം അത് തല്ലി ഉടച്ച് കളയുന്ന ലാഘവത്തോടുകൂടി ഭഗവാൻ ഇവിടെ ഒരു ബകാസുരൻ്റെ ആ കൊക്കുകളെ രണ്ടും വലിച്ചു കീറി കളഞ്ഞു എന്നല്ലാതെ ഇതിലെന്താ ഇപ്പോൾ അത്ഭുതപ്പെടാൻ എന്നുള്ള ഭാവത്തിൽ നിന്ന ബാലന്മാരെ ദേവലോകത്തിൽ നിന്നും ഭഗവാനിലേക്ക് വർഷിക്കപ്പെട്ട ആ ദേവേന്ദ്രൻ്റെ പൂങ്കാവനത്തിലുണ്ടായ മല്ലിക തുടങ്ങിയായിട്ടുള്ള പുഷ്പങ്ങളെ കണ്ടപ്പോൾ ശരിക്കും അതിശയിച്ചു പോയി. എന്താ ഇപ്പോൾ ഇവിടെ നടക്കുന്നത് എന്ന് അവർക്ക് മനസ്സിലായതേയില്ല. ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. തദാപകാരിം സുരലോകവാസിന സമാകിരൻ നന്ദന മല്ലികാദിഭി സമീഡിരേ ചാനകശംഖ സംസ്തവൈസ്തദ്വീക്ഷ്യ ഗോപാലസുതാവിസിസ്മിരേ. ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: സുരലോകവാസിന, അവിടെ വിസർഗമുണ്ട്. അതേപോലെ നന്ദന മല്ലികാദിഭി, അവിടെയും വിസർഗമുണ്ട്. പകുതി ഹകാരത്തിൽ വായിക്കുക. പിന്നെ ചാനക ശംഖ സംസ്തവൈസ്തദ്വീക്ഷ്യ, അതത്രയും കൂടി ചേർത്തെടുക്കാൻ പറ്റുന്നില്ല എങ്കിൽ, ചേർത്ത് വായിക്കാൻ കഴിയുന്നില്ലെങ്കിൽ, കഴിയുന്നതും നമ്മൾ എപ്പോഴും പറയാറുണ്ട്, സമസ്ത പദങ്ങൾ ചേർത്ത് തന്നെ വായിക്കാൻ ശ്രമിക്കുക. അത് പദം പിരിക്കേണ്ടതില്ല. എന്നാലും തുടക്കക്കാർക്ക് വേണ്ടി ചാനക ശംഖ സംസ്തവൈ, അവിടെ വിസർഗം കൊടുത്ത് പകുതി ഹകാരത്തിൽ വായിക്കുക. എന്നിട്ട് താഴത്തെ വരിയിൽ തദ്വീക്ഷ്യ എന്നെടുക്കുക. അപ്പോൾ അവിടെ സ വേണ്ട, സ ജോയിൻ ചെയ്യാനായിട്ട് വരുന്നതാണ്. ഇത് ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്. അടുത്തത് 53-ാമത്തെ ശ്ലോകമാണ്. അത് നമുക്ക് അടുത്ത സത്സംഗത്തിൽ കാണാമെന്ന് കരുതുന്നു. ഹരേ കൃഷ്ണ.